മക്കയുടെ ചരിത്രം തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ്. ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിൽ നബിയുടെ സഹായത്തോടെ മരുഭൂമിയിൽ കഅബ പുനർനിർമ്മിച്ചു. ഇസ്മായിൽ നബിയുടെ കാലം മുതലാണ് മക്കയിൽ ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചത്. ഹാജറയും കുഞ്ഞ് ഇസ്മായിലും ദാഹിച്ചപ്പോൾ ഉണ്ടായ ഉറവയാണ് സംസം എന്ന ദിവ്യതീർത്ഥം. ഹാജർ സഫ മർവ കുന്നുകളിലൂടെ ഓടിയതിന്റെ ഓർമ്മക്കാണ് ഹജ്ജിൽ സഅയ് ചെയ്യുന്നത്. അറേബ്യയുടെ പടിഞ്ഞാറ് ചെങ്കടലിൽ നിന്നും 80 കിലോമീറ്റർ അകലെ 4 ഭാഗവും വരണ്ട കുന്നുകളാൽ ചുറ്റപ്പെട്ട ചെറിയ ഗ്രാമമായിരുന്നു പുരാതന മക്ക. ആദ്യം കഅബക്ക് ചുറ്റുമുള്ള താഴ്ന്ന പ്രദേശത്തിന് ബത്ഹ എന്നായിരുന്നു പേര്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും വളർന്നതും മുഅല്ല ഭാഗത്തായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം കഅബ തകർക്കാൻ വന്ന യമൻ രാജാവ് അബ്രഹയുടെ ആനപ്പടയെ അള്ളാഹു പക്ഷികളെ അയച്ച് നശിപ്പിച്ചു. ആ വർഷത്തെ ആമുൽ ഫീൽ എന്ന് വിളിച്ചു. ഹിജ്റ 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000 അനുചരന്മാരുമായി മക്ക കീഴടക്കി. 15 ദിവസം മക്കയിൽ താമസിച്ചു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ്, വഹ്ഷി, ഇക്രിമ തുടങ്ങി നിരവധി ശത്രുക്കൾക്ക് മാപ്പ് നൽകി. കഅബയിലെയും മക്കയിലെയും 360 വിഗ്രഹങ്ങൾ തകർത്ത് മക്കയെ ബിംബങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചു. ഖുർആനിൽ മക്കയെ മക്ക, ബക്ക, ഉമ്മുൽ ഖുറ അഥവാ നഗരമാതാവ്, അൽ ബലദുൽ അമീൻ അഥവാ നിർഭയ രാജ്യം എന്നിങ്ങനെ പരാമർശിക്കുന്നു. ഭൂമി മുഴുവൻ പരന്നത് മക്കയിൽ നിന്നായതുകൊണ്ട് ഉമ്മുൽ ഖുറ എന്ന് പേര് വന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആരാധനാ മന്ദിരം മക്കയിലെ കഅബയാണ്. ഇവിടെ ഒരു നമസ്കാരത്തിന് മറ്റു പള്ളികളേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലമുണ്ട്. ആധുനിക ഭരണത്തിന് മുമ്പ് മക്കയുടെ നിലനിൽപ്പ് ഹജ്ജിനെത്തുന്ന വിദേശികളെ ആശ്രയിച്ചായിരുന്നു. 1916 മക്ക യുദ്ധം നടന്നു. ഹിജ്റ 317 കറാമിറ്റുകൾ മക്ക ആക്രമിച്ച് 30,000 പേരെ കൊല്ലുകയും ഹജറുൽ അസ്വദ് 22 വർഷം കൊണ്ടുപോകുകയും ചെയ്തു. ഇന്ന് മക്ക ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമിയാണ്. മസ്ജിദുൽ ഹറം ലോകത്തെ ഏറ്റവും വലിയ പള്ളിയാണ്. പ്രതിവർഷം 1.5 കോടിയിലധികം മുസ്ലിങ്ങൾ മക്ക സന്ദർശിക്കുന്നു. ഇബ്രാഹിം നബിയുടെ കാലം മുതൽ ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാട്, ഇസ്ലാമിന്റെ ഏറ്റവും പുണ്യ നഗരം എന്ന നിലയിൽ 40,000 വർഷത്തെ ചരിത്രമാണ് മക്കൾക്കുള്ളത്.